പുള്ളി എന്നെ ഇഷ്ടപ്പെട്ട എൻ്റെ ഈ ഗ്ലാമറും സ്മാർട്ട്നെസ്സൊക്കെ ഉണ്ട് എന്നെ ഇഷ്ടപ്പെട്ട അങ്ങനെ കളിച്ചു. നിങ്ങൾ രണ്ടുപേരും നല്ല റാപ്പ് ഉണ്ടല്ലോ ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ. നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്ന് ഓർമ്മയുണ്ടോ? ഞങ്ങളാ ജാഫർ കാമ്പിളിച്ചേട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു ടേക്ക് വരുമ്പോ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ തലവൻ സിനിമയിൽ ശരിക്കും ഞാനില്ലാത്ത പടം തീരാറായപ്പം വന്നൊരു കഥാപാത്രമാണ്. പണ്ട് സ്ത്രീയുടെ സ്വരമാർന്നല്ലേ, ഇപ്പം വലിയ സൗണ്ടൊക്കെയായി മൊത്തത്തിലൊരു മാറിപ്പോയി. ആരും അങ്ങനെ നമ്മുടെ പേരുകളൊന്നും പറയണമെന്നൊന്നുമില്ല. ഉള്ളത് എങ്ങനെ കട്ട് ചെയ്ത് കളയണമെന്ന് ഓർത്തിരിക്കുന്ന ഒരു ഫീൽഡാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ളത്. സുഭാഷിന് ചോദിച്ചായിരുന്നു എന്നിൽ കണ്ടൊരു സംഭവം ചോദിച്ചത്. ഞാൻ പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാതെ എങ്ങനെയും ഒപ്പിച്ചെടുക്കാവുന്ന ഞാൻ കരുതുന്നത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് ജാഫ്രിക്ക, പ്രിയങ്ക ചേച്ചി ആൻഡ് സുഭാഷ്. മൂന്ന് പേർക്കും വെൽക്കം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചോദിക്കുക, ഇത്രയും വർഷത്തെ ഒരു സിനിമാ ജീവിതം ഉണ്ടല്ലോ, അതിൽ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയിട്ട് വീണ്ടും പഠിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാ പഠിപ്പിച്ചിട്ടുള്ള ഇത്രയും ഈ ഒരു സിനിമാ ജീവിതം? ശരിക്കും ഹരി ശ്രീ ഗണപതായ നമ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിച്ചാണ് ചോദിച്ചേ. അല്ലല്ല, എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും? ശരിക്കും മാറ്റം, നമ്മുടെ ജോലി എടുക്കുന്നു, പൈസ കിട്ടുന്നു, അരി മേടിക്കുന്നു, കഴിഞ്ഞു പോകുന്നു. പ്രത്യേകിച്ച് പഠിക്കാതിരിക്കുന്നത് പഠിപ്പിച്ചേ. ചുമ്മാ ഇതൊക്കെ ആരൊക്കെ പറയണത് പഠിപ്പിച്ചു. നമ്മളൊന്നും വേറെ എവിടെയും പോയി പഠിച്ചു വന്ന ആൾക്കാരൊന്നും അല്ല. സാധാരണ ജീവിതത്തിൽ എന്ത് കാണിക്കണം അത് അഭിനയിക്കുന്ന ആയിട്ട് തോന്നിയിട്ടില്ല ഞങ്ങൾക്ക്. നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യണത് അത് തന്നെ. പിന്നെ ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നതല്ലേ, പണ്ടത്തെക്കാളും ഒരു ചെറിയ മാറ്റമുണ്ട്. അതായത് അന്ന് നമുക്ക് ഫിലിം ഓടുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ എൻ്റെ ടേക്ക് കുറേ പോണ, ഈശ്വര എൻ്റെ പ്രശ്നമാവോ, പ്രൊഡ്യൂസർ എന്നെ തല്ലുവോ, അതൊക്കെ ഒരു പേടി. ഇന്ന് അതില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലേ, ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കൊണ്ട് ഗുണം വന്നിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ കൂടി വന്നില്ലേ. പണ്ട് സിനിമ എടുത്ത് നോക്കിയേ, എല്ലാവരും നടിച്ച ആൾക്കാർ തന്നെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക അല്ലേ കൂടുതലും. പുതുമുഖമൊക്കെ വരുവാണെങ്കിൽ തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചിട്ടാ. ഇന്നിപ്പം ജനറേഷൻ എന്നുള്ളൊരു പേരിട്ട് വിളിക്കാൻ തുടങ്ങി. നടന്മാരൊന്നും വേണ്ട. അവൻ ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ ഇപ്പൊ ഇറങ്ങുന്ന സിനിമ എന്ന് പറഞ്ഞാൽ വലിയ നടന്മാരൊന്നും വേണ്ട. പിള്ളേര് സെറ്റ് പടം വിജയിപ്പിക്കുന്നുണ്ട്. ആ ക്യൂൻസിൽ തുടങ്ങി. ക്യൂൻസ് സിനിമ സലീംകുമാറെ കണ്ട ഒരാളേ ഉള്ളൂ, ബാക്കിയൊക്കെ പിള്ളേരാ. സിനിമാ നടന്മാരെന്നും പറഞ്ഞിട്ട് ഇപ്പം ആ പിള്ളേര് അയാളുണ്ടല്ലോ കാണുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, എത്ര പിള്ളേരുകളുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണൊക്കെ വേണം അതിൻ്റെ ഇടയ്ക്ക്. അതെ, ഞാൻ പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഇച്ചിരി ഗ്രേവി പോലെ അവിടെ കാണും. ആ കാലമായി. ഇപ്പൊ അറിയാൻ പാടില്ല, ഇപ്പൊ ഇറങ്ങിയ പടമൊക്കെ പിള്ളേര് വിജയിപ്പിച്ചങ്ങനല്ലേ. അപ്പൊ ആരുടെയും കയ്യിലൊന്നുമല്ല, ഒന്നും പഠിക്കൊന്നും വേണ്ട, പഠിച്ചിട്ടുമില്ല. അത്രേ ഉള്ളു കേസ്. ഇപ്പൊ ഈ കുട്ടന്റെ ഷിനിഗാമിയാണ് പുതിയ വിശേഷം. അപ്പൊ ഈ പേരില് ഉള്ള ഒരു കൗതുകം നിങ്ങൾ ചോദിച്ചോ ഡയറക്ടറോട്? എന്താണ് പേരിനൊക്കെ അടിസ്ഥാനമുണ്ട്, അത് ചോദിക്കാതെ ഇത് എന്നാന്ന് അറിയില്ലല്ലോ. പിന്നെ എൻ്റെ ചർച്ചയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രിയേനെ വിളിച്ച പ്രിയ അവിടെ തലേദിവസം വന്ന് ഷൂട്ടിങ്ങിൻ്റെ തലേദിവസം വന്നു. അപ്പം അങ്ങനെ ഓരോരുത്തർ ആ ചർച്ചയിൽ ഇല്ലല്ലോ, അറിയില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാരുടെ ചർച്ചയിൽ ഞാനും പങ്കെടുത്താ. അപ്പം ഈ കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പേര് വരാൻ വന്നത്, ഈ ഷിനിഗാമി എന്നാന്ന് എല്ലാവർക്കും ഒരു പ്രശ്നമല്ലേ, ഷിനിഗാമി. അപ്പോൾ അത് ഡയറക്ടറും പ്രൊഡ്യൂസറും അതിൻ്റെ ആധികാരികമായിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ചിന്തിച്ച് പറക്കി ഞങ്ങളുടെ കൂടെ ഒക്കെ ഇങ്ങനെ കടന്നു വന്നപ്പോഴത്തേന് ഓരോ 3-4-5 രാജ്യങ്ങളിലെ ഭാഷകളിലൂടെ ഈ കാലൻ, കുട്ടൻ്റെ കാലൻ എന്നങ്ങ് പറയുമ്പോഴത്തേക്കും കണ്ടോ കുട്ടൻ്റെ കാലൻ ഇല്ലേ. അപ്പോൾ അതിനകത്തൊരു ഇത്. അപ്പോൾ അങ്ങനെ വന്നു ജപ്പാനിൽ നിന്ന് കിട്ടിയൊരു സാധന ഷിനിഗാമി. ആ ഷിനിഗാമി മോൻ ഇതടിച്ചു ചോദിച്ചേ, കാലൻ എന്നർത്ഥം. ഒരു ഇത് എല്ലാവർക്കും അറിയില്ല ഷിനിഗാമി എന്ന് പറഞ്ഞാൽ എന്താന്ന്. എനിക്കൊട്ടും അറിയില്ലായിരുന്നു. എന്തായിരിക്കാവോ കുട്ടന്റെ ഷിനിഗാമി? നീ ഇന്ത്യച്ചോന്നുമല്ല, നീ ഇന്ത്യച്ചാളൊന്നുമല്ല. കുട്ടന്റെ ഷിനിഗാമി, കുട്ടന്റെ ഷിനിഗാമി. നമുക്കറിയില്ലല്ലോ എന്താണ് അതിന്റെ അർത്ഥം. ഫാമിലി എന്തെങ്കിലും ആണോ, കുടുംബം, ജീവിതം, അങ്ങനെ എന്താ നമ്മൾ ചിന്തിച്ചത്. പിന്നെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു ഡയറക്ടർ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇനി ചോദിക്കുന്നതോട് നമുക്ക് പറഞ്ഞു കൊടുക്കാലോ. ഡയറക്ടർക്ക് തലയ്ക്കോളൂല്ല ആൾക്കാരെ സംശയം. പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് ആക്ഷൻ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാം, സാർ എന്താണ് ഷിനിക ഒന്ന് മാറിയിരിക്കാതെ അങ്ങനെ പറഞ്ഞു അങ്ങനെ ആകഴിച്ചു. അപ്പൊ അതാണ് കുട്ടന്റെ ഷിനിക. ഈ നിങ്ങൾ രണ്ടുപേരും നല്ല റാപ്പ് ഉണ്ടല്ലോ ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ. നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്ന് ഓർമ്മയുണ്ടോ? ഞങ്ങളാ ഞങ്ങൾ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഓർമ്മയില്ലേ? ആദ്യമായിട്ട് എനിക്ക് ശരിക്കും നല്ല ഓർമ്മ അല്ല, എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് കറക്റ്റ് ഞാൻ പ്രിയങ്കനെ ക്ഷണിക്കാൻ വരുവായത് ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പെരുമ്പാവൂർ അല്ലേ. ഞങ്ങള് ഉദ്ഘാടനത്തിന് പോയി. ഒക്കെ ചെയ്യുക. അപ്പം പ്രിയങ്ക ഇപ്പോഴും തിളങ്ങി അയക്കണേ, അന്നും തിളങ്ങി അയക്കണേ.
അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ട് ഹായ് ഹൂയ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു പരിചയത്തിൽ നമുക്ക് ആ കൊച്ചിനോട് പറഞ്ഞാൽ ചിലപ്പോൾ വരും എന്നുള്ള രീതിയിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് ക്ഷണിച്ച് അഡ്വാൻസും കൊടുത്ത് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ആളുടെ തന്നെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, പരിഭവം പാർവതി. അതിൻ്റെ കുറച്ച് സ്ക്രിപ്റ്റ് ഞങ്ങൾ എഴുതിയപ്പോൾ അത് വില തന്ന് മേടിച്ചു. അതിനകത്ത് എനിക്ക് അഭിനയിക്കാൻ ചാൻസ് തന്നു. ഇത് പാർവതി, ഞാൻ വേറെ ആരോ പരിഭവം അവിടെ കിടക്കണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പാർവതി എവിടെ വേണമെങ്കിലും നടന്ന് പാർവതിക്ക് പരിഭവം പറയാം. അപ്പൊ അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സ് മാറി മാറി വന്നപ്പോ ജാഫർക്ക് വന്നതോടെ അത് കുറച്ചും കൂടി കോമഡി ഇതൊക്കെ ആയിട്ട് നല്ല സ്വന്തമായി ഈ ശൈലി ഇപ്പൊ എല്ലാവരും ക്യാച്ച് ചെയ്ത് വന്നത്. അന്ന് ജാഫർക്കാട് ഇത് തന്നെ. അപ്പൊ അന്നേ നമ്മൾ പറയുന്നത് പിന്നെ അത് തന്നെയല്ല, അത് തുടങ്ങി ഞാൻ ഇത് കൊണ്ടുപോയി പ്രിയയുടെ വീട്ടിലെ അമ്മ പൂജാമുറി കൊണ്ടുപോയി ആ സ്ക്രിപ്റ്റ് ഞങ്ങളോട് മേടിച്ചൊരു പൂജയൊക്കെ നടത്തി. അങ്ങനെയൊക്കെ പോയി ഇപ്പോഴും വരുമ്പോൾ പറയുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണ് പരിചയം. ആ പരിചയം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റിമേറ്റ് ഫ്രണ്ടല്ല കല്യാണം കഴിച്ചിരിക്കുന്നത്. അമ്മ അനൂപ് കല്യാണം കഴിച്ചു. അന്ന് കഴിഞ്ഞില്ല. ഡയറക്ഷനും എഴുത്താറുണ്ട്. അനൂപ് ഇങ്ങനെ ഇരുന്ന് എഴുതും, അതിന്റെ കൂടെ ഒരു ചെറിയ ചീള് പേപ്പർ എടുത്തിട്ട് അതും എഴുതും, അതിന് കൈമാറി അങ്ങനെയൊക്കെ ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ കാര്യം അങ്ങനെയൊക്കെ. പരിഭവം എഴുതാൻ വന്ന് കൃഷ്ണ പൂജപ്പുരയാണ് എഴുതിയിരുന്നത്. കൃഷ്ണേട്ടന്റെ സ്ക്രിപ്റ്റ് അനൂപ് റീറൈറ്റ് ചെയ്യാൻ വന്നതാണ്. റീറൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയോ റീറൈറ്റ് ആയിട്ട് കൊണ്ടുപോയി. അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. പുള്ളി എന്നെ ഇഷ്ടപ്പെട്ട എന്റെ ഈ ഗ്ലാമറും സ്മാർട്ട്നെസ് ഒക്കെ ഉണ്ട്, എന്നെ ഇഷ്ടപ്പെട്ട അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടനോട് കുട്ടനാണ്. കുട്ടറ ശരിക്കും ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസും പരിപാടിയൊക്കെ ആയിരിക്കുമല്ലോ. കാരണം ഇവരുടെ ഈ സൗഹൃദവും റാപ്പോയൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് തന്നെ ഒരു ഫീൽ വരുമല്ലോ. ഒരു നമ്മള് ഭയങ്കര ഒരു അടിപൊളി കാര്യം ചെയ്യാൻ പോവാന്നുള്ളത്. അതെങ്ങനെയാ ശരിക്കും? അത് ശരിക്കും വെച്ചാല് ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം ഒന്ന് ഈ പറഞ്ഞ ജാഫർക്കാടെയും അതുപോലെ ഇന്ദ്രസേട്ടൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഞാൻ നോട്ടീസ് ചെയ്ത് ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ എന്താ പറയാ അവരിങ്ങനെ ഇംപ്രവൈസ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അതായത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാ ഷീറ്റ് കിട്ടി സംസാരിച്ച് ഉടനെ ഒക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ടോ പെട്ടെന്ന് ഒക്കെ പറയാം ദേ വന്നല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി ആരും ഒന്ന് എടാ ഞാൻ ഇത് പറഞ്ഞാൽ അപ്പൊ പെട്ടെന്ന് അത്ര നാച്ചുറൽ ആയിട്ട് നമ്മൾ സോറി. അതുപോലെ തന്നെ ഞാൻ ക്യാമറയിൽ ഇപ്പൊ നോക്കി ഒക്കെ പറഞ്ഞു ഓക്കെ നിനക്ക് കൗണ്ടർ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പൊ ഇക്ക ഇവിടെ നിൽക്കുന്നത് ക്യാമറ എവിടെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്തോ പറഞ്ഞോണ്ടിരിക്കും പുള്ളി അതാ പോയി എന്ന് പറഞ്ഞപ്പോ ഞാൻ അയ്യോ നീ എന്തിനാ കൂടെ നോക്കിയേ അല്ല അത് പുള്ളി അതിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇക്ക പറയുമ്പോൾ അത് റിയൽ ആയിട്ടാണ് അത്ര നാച്ചുറൽ ആയിട്ടാണ്. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. വെറുതെ അല്ല ഞാൻ കൈക്കൂലി ഒന്നും കൊടുത്ത് പറയിപ്പിക്കണം. അത് ഞാൻ പറയുകയും ചെയ്തു കുട്ടനെ ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴേ കുട്ടൻ എന്നെ കുറിച്ചൊക്കെ പറയുമ്പോ അങ്ങനെ പൈസ കൊടുത്ത് പറയിപ്പിച്ചല്ല. ജാഫർക്ക് അമ്പലിച്ചേട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു ടേക്ക് വരുമ്പോ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ വരുന്ന പുതിയ കുട്ടികൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം ഇതിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൂടി ചാടാൻ വഴിയുണ്ടെന്ന്. അമ്പലിച്ചേട്ടനെ ചേട്ടൻ അഭിനയിക്കുമ്പോൾ അങ്ങനെ തന്നെ ലാസ്റ്റ് നമ്മളോട് പറയും പ്രിയങ്ക ടേക്കിന് ഞാൻ നിന്റെ മേത്തേക്ക് മറിഞ്ഞു വീഴും, ബാക്കി ആർക്കും അറിയില്ല, അത് ടേക്കിന് എടുക്കും. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മുടെ തല പോയി അടിക്കും. നമ്മളപ്പോ ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടിട്ട് അത് പറയണേ. അതുപോലെയൊക്കെ തന്നെ ജാഫർക്ക് ടേക്കിന് എന്തെങ്കിലും നമ്പർ ഉണ്ടാവും. ഈ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു ഈ പുതിയ ഡയറക്ടേഴ്സ് വരും, പ്രത്യേകിച്ച് ജിസ്ജോയൊക്കെ ജാഫ്രിക്കനോട് വന്നിട്ട് കുറച്ച് ഈ ബൈസൈക്കിൾ ദിവസിലൊക്കെ നമ്മൾ കണ്ട ഒരു ജാഫ്രിക്കയുടെ ഒരു പരിപാടി ഭയങ്കര അടിപൊളിയായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോഴും ഈ തലവലിൽ വന്നപ്പോഴും അതുണ്ടായിരുന്നു. ഈ പുതിയ ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കാറുണ്ടോ? അതിനെ കുറിച്ച് ഒരൊറ്റ വാക്കെന്ന് പറയാം. ഈ തലവൻ സിനിമയിൽ ശരിക്കും ഞാനില്ലാത്ത പടം തീരാറായപ്പം വന്നൊരു കഥാപാത്രമാണത്. ആ കഥാപാത്രം ജിസ്ജോയി എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടുമാണ്. അദ്ദേഹം മിമിക്രി ഫീൽഡിൽ ഞങ്ങൾ ഒന്നിച്ചൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ചിട്ട് ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഒരു ടെൻഷനൊക്കെ ആയി ഇങ്ങനെ നടന്ന് എന്തോക്കെ കാണിച്ചുകൊണ്ട് അപ്പോൾ ഈ ബിജുനനും ആസിഫും കഥ തിരക്കി. അപ്പം അദ്ദേഹത്തിനോട് സംസാരിച്ച് കഴിയുമ്പോൾ അല്ല ജാഫർക്കായെ ഒരു സാധനം ഞാൻ ഇങ്ങനെയാണ്. അപ്പം പടം തീരാൻ പോവാം. അപ്പോൾ അവരുടെ അല്ല ഇനിയിപ്പോൾ എന്താ എങ്ങനെയാണ് അതിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോയെന്നൊക്കെ ഇത് സ്റ്റേജിൽ ജിസ് പറയുക. ഞങ്ങളവിടെ അവാർഡ് മേടിക്കാൻ ചെന്നല്ലോ ഇതിൻ്റെ മൊമെൻ്റോ മേടിക്കാൻ. അപ്പോൾ സാധനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അങ്ങനെ അവർ അതിനകത്ത് പലരും വിസമ്മതം പ്രകടിപ്പിച്ചു. അതിനുശേഷം പടം ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിൽ തൊപ്പിയും വെച്ചിട്ട് പത്രപ്രവർത്തകന് അടിയും കൊണ്ട് മെനകേടായി കയറി വന്ന് അങ്ങനെ ഒരു സാധനം ഇല്ല അതിനകത്ത്. അപ്പോൾ അല്ല അത് വേണം എന്ന് ഉറപ്പിച്ചെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ജാഫർക്ക ഈ സിനിമയിൽ വന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ ലിജോ പലിശ്ശേരി സാറ് പിന്നെ ഈ മൊമെൻ്റോ തരാനായിട്ട് വരുന്നൊരു തൊട്ട് മുമ്പ് മേടിക്കാൻ പോയപ്പോൾ ഞാൻ പയ്യെ ബിജുവിനോടും മറ്റേ ആസിഫിനോടും ചോദിച്ചു അരി മേടിക്കാൻ സമ്മതിക്കാല്ലേ അല്ലേ എന്നെ വിളിക്കുന്നതിന് വല്ല സൂക്കറോട് ഞാൻ ചോദിച്ചാ
അതായത് എൻ്റെ കഥാപാത്രം അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ സെർച്ച് ചെയ്യും, എങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കും? എന്നെ തലേ ദിവസം 2-3 ദിവസം മുമ്പ് വിളിക്കുന്നു, ഞാൻ വേറെ ലൊക്കേഷനിൽ വരുന്നു, എന്നോട് ഇങ്ങനെ കാര്യം പറയുന്നു, ഇത് ഇന്ന പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ മീറ്ററിനാണ്, അത്രയും മതി. അപ്പം ഞാൻ ഈ മിമിക്രി എന്നൊക്കെ വന്നുകൊണ്ട് ചിലപ്പോൾ ചാടി കയറും, അല്ലെങ്കിൽ ഇങ്ങനെ ഇച്ചിരി കൂടുതലായി പോവും. അപ്പം പുള്ളി കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ അയല മേടിച്ചാനായി ചിറകും പാലും ഒക്കെ വെട്ടി ഒരു ഷേപ്പാക്കി എടുക്കൂലേ, അവലങ്ങനെ വെട്ടി തിരുത്തി, അത്രയും വേണ്ട, അത് മതി, ഇച്ചിരി കൂടുതൽ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ച് കൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് അതെന്നാന്ന് പിന്നെ മനസ്സിലായി. ഇങ്ങനെ ഒരു കഥാപാത്രം വന്ന എന്നാ പടം കണ്ടോ? ആ പടം കണ്ടതിൽ ആ പടം തീരുന്ന എങ്ങനെ ഉണ്ടല്ലോ, അത് നോക്കി പോണല്ലേ. അന്ന് അതിനകത്ത് മരിച്ചു കിടക്കുന്ന ആളാരാ? ദിലീഷ് പോത്തൻ സാർ. അദ്ദേഹം ഇതല്ലേ, ഉദ്യോഗസ്ഥനല്ലേ. ആ മരിച്ച ആളിനി ആ പടത്തിലില്ലല്ലോ, വരികയല്ല. അപ്പം തലവൻ 2 അങ്ങേരെ കൊണ്ട് അങ്ങോട്ട് അനൗൺസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്തിനായിരിക്കണം ആ ഒരു കഥാപാത്രം എടുത്തത്? ഒരു സിനിമ വരാൻ പോലെ തലവൻ 2 അങ്ങനെ വന്നത്. അല്ലാതെ അതിനകത്തൊരു പഠനം ഞാൻ പഠിച്ചില്ല, അങ്ങേര് പറഞ്ഞു തന്ന പോലെ ഞാൻ ചെയ്തു. അല്ല, പക്ഷെ അത് ഭയങ്കര വലിയൊരു ടാലന്റ് ആട്ടോ, ഈ പറഞ്ഞ ഇങ്ങനെയൊക്കെ വിളിച്ച് നമ്മളത് ചെയ്തെടുക്കാന്നൊക്കെ പറയുന്നത്. അവിടെ ചെന്നിട്ടാണെല്ലാം പറയുന്നത്, ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോഴാണ് പറയുന്നത്. അതറിയാം, അതിന് മുമ്പ് ഇങ്ങനെ വന്നിട്ട് ഒക്കെ ചെയ്താൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു, അതേ ഉള്ളൂ. ഇപ്പം അങ്ങനെ കേൾക്കുകയല്ലേ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ, ചുമ്മാ ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? എല്ലാവരും കേൾക്കുന്ന അങ്ങനെയാണ്. അതിനകത്ത് ചിലപ്പോൾ അങ്ങനെ വിളിക്കും മോനെ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ഇങ്ങനെ ഈ തമാശ ഇങ്ങനെ ഈ കോമഡിയൊക്കെ കളിച്ച് എണ്ണം കുറേ ആയി സിനിമയുടെ. ഇപ്പോൾ ഈ 2-3 കൊല്ലമായുള്ളൂ ആയിക്ക് ഇങ്ങനത്തുള്ള വേറെ ഒരു സ്വരവും മാറിപ്പോയി. പണ്ട് സ്ത്രീയുടെ സ്വരമായിരുന്നു എൻ്റെ, ഇപ്പം വലിയ സൗണ്ടൊക്കെയായി, മൊത്തത്തിലൊരു മാറിപ്പോയി. അപ്പോൾ കിട്ടുന്ന കഥാപാത്രം അങ്ങനെയായി. താടിയൊക്കെ ഇങ്ങനെയാണ്. ഇതിപ്പോൾ അടുത്ത പടത്തിന് വേണ്ടിയിട്ട് താടി കൊടുത്ത കുറേ താടി വേണം മുടി. ജാഫ്രിക്കയുടെ അത് കഴിഞ്ഞ് നമ്മളെപ്പോഴും കോമഡി കണ്ടൊരു പടം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭയങ്കര ചേഞ്ച് ആയിട്ടൊരു അച്ഛൻ്റെ ക്യാരക്ടർ വന്നില്ലേ, നഗേഷിൻ്റെ പ്രതികാരം. അയ്യോ, ആ പടത്തിലൊക്കെ ഒത്തിരി മാറി അഭിനയിക്കാൻ പറ്റുന്ന ഡയറക്ടേഴ്സാണ് അത് തെളിയിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ പടത്തിൽ ഡയറക്ടർ ഈ ഒരു പടത്തിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട ക്യാരക്ടറാണ് ജാഫ്രിക്കയുടെ ക്യാരക്ടർ ഒരു എന്താ പറയുക ഒതുങ്ങിയുള്ള ഒരു ക്യാരക്ടറായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതും കൂടെ ഈ പടത്തിൽ കൂടെ തെളിയിക്കും ഉറപ്പാണ്. ചേച്ചിക്ക് ഞാൻ പണ്ട് പോലെ നമ്മൾ കാണുമ്പോഴേ ഭയങ്കര ഹ്യൂമർ ടൈമിങ് ഉള്ള ആർട്ടിസ്റ്റുകൾ ഒരാളെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല, കാരണം ആ മീറ്റർ ഭയങ്കര കറക്റ്റ് ആണ്. ഈ കൂടെ വർക്ക് ചെയ്യുന്നവർ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും. അവരുടെ ഒരു എന്താ പറയാ, അവര് ചെയ്യുന്നതിന്റെ ഒരു ബാക്കിയായിരിക്കും നമ്മൾ ചെയ്യുക. ഇപ്പൊ ജാഫ്രിക്ക എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ അതിന്റെ കണക്റ്റഡ് ആയിരിക്കുമല്ലോ ഞാൻ പറയാ. അങ്ങനെയുള്ള സീൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും, അത് ഒരു സീനാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നത്. ഞാനിപ്പോ ഒരു സീൻ ചെയ്തു പോയ പടങ്ങളുണ്ട്, പക്ഷെ ആ ഒരു സീൻ എപ്പോഴും ടി വിയിൽ വരും ചെയ്യും, അത് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അത് ഇവരുടെ കൂടെയുള്ള കോമ്പിനേഷൻ ആകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അവരും കൂടെ റിപ്ലൈ കിട്ടുമല്ലോ. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്, ഇവര് തുമ്മിയ വരെ ചിരിക്കുന്ന സമയം ഉണ്ടാവും. ആ തുമ്മല് നമ്മളും കൂടി ഇനി നമുക്കും അത് കേട്ട് തുമ്മാനുള്ള ടെൻഡൻസി ഒന്നും നമ്മളും അതിന്റെ കൂടെ അഭിനയിക്കുകയാണ്. സുഭാഷ് എനിക്ക് ഫസ്റ്റ് തൊട്ടേ ഈ കുട്ടന്റെ ശിനിഗാമിയില് ഉണ്ടായിരുന്ന ആളാണ്. ഫസ്റ്റ് കഥ പറയുന്നത് ഇല്ല അതെങ്ങനെയാന്ന് വെച്ചാല് ശരിക്ക് ഞാൻ വിചാരിതമായിട്ട് എത്തിയാണ്. ശരിക്ക് ജാഫ്രിക്കയും അതുപോലെ പ്രൊഡ്യൂസർ എന്നുള്ള അശോക്, അവരാണ് ശരിക്കും എന്നെ വിളിച്ചത്. അത് എൻ്റെ വൈഫ് അശോക് ഖാന്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാനും ആ പടത്തിലുണ്ട്, ഭഗവതിപുരം. സൗപർണിക എന്നുള്ള പേര് പറയാം, വൈഫ് എന്ന് സൗപർണികനെ അറിയാത്ത മലയാളികളുണ്ടോ? അപ്പോ അങ്ങനെ ഇക്ക അന്ന് ഇവിടെ ഈ കുട്ടൻ ശിനിഗാമി ഷൂട്ടിങ് തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം ഇവർ ഇന്നിപ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് വിളിച്ചതാ. അപ്പോൾ ഇക്കയുടെ വലിയ ഫാനായി. അപ്പോൾ ഞാൻ വേണ്ടി എന്നെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിച്ചു ഇക്കയോട് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പേ ഒരു ഫിലിം ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞു വെച്ചു. അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നീ എവിടെ ഉള്ളതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അശോക വിളിച്ചു. അശോക വിളിച്ചിട്ട് ചോദിച്ചു എവിടെയുള്ള? അപ്പോൾ എറണാകുളം ഉണ്ട്. എന്നാൽ ഒരു 3 മണിക്കൂറുണ്ട്, വേഗം പാലക്കാട് എത്തിക്കുന്ന ക്യാരക്ടർ. അങ്ങനെ അല്ലേ, അങ്ങനെ പെട്ടെന്ന് അത് ഭയങ്കര ക്യാരക്ടറാണ്. നല്ല സംഭവമാണ് അത്. ഇപ്പോൾ ആ കൊച്ചു തന്നെ അതങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാനും കൂടെ കൂടി പറയാം. അത് കഴിഞ്ഞാൽ ഇങ്ങനെ അഷറഫ് പറഞ്ഞു. അപ്പം സൗപർണികനെ ഞാൻ തിരക്കിയെന്ന് പറയാൻ പറഞ്ഞു. കുറേ വർഷങ്ങളായിട്ട് ഇടയ്ക്ക് ഇവരൊക്കെ വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞു ആ കൊച്ചിപ്പം എന്താ ഏത് സിനിമയിൽ എന്താ ചെയ്യണ, സിനിമയിലാണ് സീരിയലാണ്? അപ്പം അല്ല കല്യാണം കഴിഞ്ഞ ആ പയ്യനിപ്പോൾ എന്തിനാണ്? അപ്പം ആ ഇടയ്ക്ക് കല്യാണമൊക്കെ ആയിട്ട് ഫിക്സായി. മറ്റേ ഈ ഭഗവതിപുരം നടക്കുമ്പം അന്ന് അച്ഛനാ കൊച്ചിൻ്റെ കൂടെ തന്നെ. അപ്പം അത് വെച്ചിട്ട് പയ്യൻ അവൻ ഇതിനകത്തുള്ളതല്ലേ, വർക്ക് ചെയ്യുന്നതല്ലേ, ടെലിവിഷനിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ സംസാരിച്ച് അങ്ങനെ എന്നാണ്ട് അതാണ് ഞങ്ങളൊന്നിച്ച് അഭിനയിച്ചാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു ക്യാരക്ടർ വന്നു കഴിയുമ്പോഴത്തേക്കും ആ പയ്യനും കൊടുക്കണവേ, ഞാൻ എൻ്റെ ഫ്രണ്ടാണല്ലോ പ്രൊഡ്യൂസർ. അങ്ങനെ ആ കൊച്ചിനെ വിളിച്ചു. ആ കൊച്ചിനെ വന്ന് ആ കൊച്ചിനാ വിളിച്ചത്.
അതൊന്ന് അസലായിട്ട് ആ പയ്യനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തും ജനം അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അതെ, പുതിയൊരാൾ വരിക. അതുകൊണ്ട് അയാൾക്ക് പിന്നെ അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാവണം. സുഭാഷിന് ഈ ആക്ടിങ് പാഷൻ ശരിക്കും പലർക്കും അറിയോ? ശരിക്കും പറഞ്ഞ ആക്ടിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അത് ഭയങ്കര പാഷനാണ്. ഈ ടെലിവിഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയോ കുറച്ച് പേർക്കൊക്കെ? കുറച്ചൊക്കെ. ഞാനെന്താ വെച്ചാൽ ഞാൻ കുറേ ഗൾഫിലായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമൊക്കെയാണ്, അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഗൾഫിലായതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറേ അങ്ങ് പോയി ഞാൻ. പക്ഷെ അപ്പോഴും ഈ ആക്ടിങ് എന്താ പറയുക, ഞാനിപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് മതിയോ ഒരു ആക്ടർ ആവാൻ എന്നുള്ളതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ അഭിനയിച്ച് നോക്കും. അപ്പോൾ ചിലരൊക്കെ പറയും ഇത് ഓക്കെ ആണെന്ന് പറയും. ഓക്കെ ആണല്ലേ, അങ്ങനെയുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റ് വേണം ശരിക്കും ഒരു ഫീൽഡിൽ ശരിക്കും പിടിച്ച് നിൽക്കാനായിട്ട്. അപ്പം ഉണ്ട്, അപ്പോൾ എല്ലാവരും ഉള്ള പോലെ ഉള്ളൂ. അങ്ങനെ പിന്നെ അവസരങ്ങളൊക്കെ കിട്ടി അങ്ങനെ വന്ന് കൊള്ളാം എന്നൊക്കെ ഒരു പറഞ്ഞിട്ട് അങ്ങനെ വരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഒരു തുടക്കം. ഇനി അറിയില്ല എന്താണെന്നുള്ളത്. ഈ പടത്തിലെ ക്യാരക്ടറോട് തന്നെ എന്തായാലും ഒരു ന്യൂ ജനറേഷൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതെ, ക്യാരക്ടർ നല്ല ക്യാരക്ടർ. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ, ഈ അദ്ദേഹം കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം പുള്ളിയാണ് എൻ്റെ പേര് പറഞ്ഞത്, ജാഫർക്ക. അങ്ങനെ ഒരു നല്ല മനസ്സുള്ള ഒരാളാണ്. ഇരുത്തിക്കൊണ്ട് പൊക്കണല്ല, ഉള്ളത് പറയണ്ടേ, നമ്മളുള്ളത് തുറന്ന് പറയണം. ഒരു ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ മാക്സിമം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇപ്പം പഴയതായിട്ട് വന്ന, ഞങ്ങളൊക്കെ കുറച്ച് പഴയതാണല്ലോ, എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ ആൾക്കാർ കുറേ പേരുണ്ട്. ആരും അങ്ങനെ നമ്മുടെ പേരുകളൊന്നും പറയണമെന്നൊന്നുമില്ല. ഉള്ളത് എങ്ങനെ കട്ട് ചെയ്ത് കളയണമെന്ന് ഓർത്തിരിക്കുന്ന ഒരു ഫീൽഡാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അതങ്ങനെ സംഭവിച്ചത് എനിക്ക് അറിയാനുമുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരു കേശു വീടിനാഥ് ഞങ്ങൾ 10-30 ദിവസം ഉണ്ടായിരുന്നു ഒരുമിച്ച്. അതൊരു വല്ലാത്തൊരു പടമായിരുന്നു അല്ലേ, നമ്മൾ ആസ്വദിച്ച് ചെയ്തൊരു പടം. അത് കഴിഞ്ഞപ്പോഴത്തേനും ജാഫർക്കയുടെ മനസ്സിലുള്ളതുകൊണ്ട് എന്തോ, പിന്നെ അഷ്റഫ് അറിയാവുന്നതാണ്, പ്രൊഡ്യൂസർ അറിയാം, ഡയറക്ടർ പുതിയതാണെങ്കിൽ നല്ലൊരു ഡയറക്ടറുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചതും ആദ്യം ജാഫർക്കാണ് എന്നെ വിളിച്ചത്, ഇങ്ങനൊരു പടം ഉണ്ട് വന്ന് ചെയ്യാവോ. ഞാൻ പറഞ്ഞു അതിനെന്താ ജാഫർക്ക വിളിച്ചൊരു സന്തോഷം, ഞാൻ വരാം. അങ്ങനെ ഞാൻ വേറെ വർക്ക് നടക്കുന്നിടത്ത് വരെ വർക്കിൽ നിൽക്കുന്ന ഡയറക്ടറെ ഞാൻ വിളിച്ച് ഈ കുട്ടീനെ അവിടെ ഭയങ്കര ടൈറ്റ് വർക്ക്, ഫൈസൽ അടിമാലി അദ്ദേഹത്തിൻ്റെ സീരിയൽ ഇന്ന് ആ പയ്യനോട് ഞാൻ പറഞ്ഞു, മോനെ ഇവിടെ സിനിമ ആ പെങ്കൊച്ചുണ്ട് അതിനകത്തൊന്ന് ഇടാവുന്നൊക്കെ ചോദിച്ച് നേരത്തെ തന്നെ ഷൂട്ട് രാത്രി 1 മണിക്ക് ഷൂട്ടിങ് തിരുവനന്തപുരത്ത് നിർത്തി വെക്കുക ചെയ്തത്. അത് ഫൈസൽ അടിമാലി എന്ന ഡയറക്ടർ തന്നെ ജാഫർക്ക വിളിച്ച് പറഞ്ഞു ഒന്ന് വിട്ടേക്കണേ അവള്. അങ്ങനെ 1 മണിക്കുന്നുള്ളത് ഞങ്ങൾ ഇറങ്ങി 1:30 ആയപ്പോഴേക്കും അവിടുന്ന് കാറെടുത്ത് പാലക്കാട് വരെ ട്രിവാൻഡ്രത്ത് പൂജ നടക്കുക. പൂജയുടെ ഇടയ്ക്കേക്ക് പിന്നെ ചെന്ന് കുളിക്കുന്നതിനൊക്കെ വേണ്ടേ, പെട്ടെന്ന് ഇതെല്ലാം ചെന്ന് കഴിഞ്ഞ് ഞാൻ കറക്റ്റ് പൂജ തുടങ്ങുന്നതിന് കറക്റ്റായിട്ട് എത്തി. വെയിറ്റ് ചെയ്തില്ലേ അയാള്, കറക്റ്റായിരുന്നു. ഞങ്ങൾ ഉറങ്ങാതെ തന്നെ യാത്ര ചെയ്ത് വന്നത് അവിടെ. കാരണം ഒരു പടത്തിൻ്റെ ഒരു നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് കാണുന്ന ഒരാളാണ് ഞാൻ എത്തിയിരിക്കും, എത്താന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നത് ഈ ജാഫർക്കാരാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസർ എനിക്ക് ഞാൻ വേറെ പടം ചെയ്തിട്ടുണ്ട്, അല്ലാതെ നല്ലൊരു മനുഷ്യനാണ് എനിക്കറിയാം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പടം കിട്ടിയത്. അല്ല ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ഇപ്പൊ ജാഫ്രിക്കയുടെ പോലെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വളരെ വളരെ അപൂർവം ഉണ്ടാവും. ഭയങ്കര അപൂർവം. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ പലരും, കാരണം ഞാൻ ഇത്രയും വർഷം 10-30 വർഷം പറയാം ഞാൻ ഫീൽഡിൽ വന്നിട്ട്, എനിക്ക് ഒരുപാട് അങ്ങനെയുള്ള ആരും റെക്കമെൻഡ് ചെയ്ത അനുഭവങ്ങളൊന്നും എനിക്കില്ല. എങ്ങനെ എന്നെ കട്ട് ചെയ്ത് കളയാന്നുള്ള അനുഭവങ്ങൾ എനിക്ക് കൂടുതലുള്ളൂ. അവിടെ എനിക്ക് വിഷമവും ഇല്ല. കാരണം ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീരിയലോ എന്തെങ്കിലും ചെയ്ത് ഞാൻ അഭിനയിച്ച് തന്നെ ജീവിക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. 10 വർഷം മാറിയെന്ന് എൻ്റെ പേഴ്സണലി എനിക്ക് മോനുണ്ടായപ്പോൾ ഞാൻ മാറിയതാണ്. അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അല്ല ഇപ്പൊ ജാഫ്രിക്ക ഇപ്പൊ ആസ് എ ഹ്യൂമൻ ബീങ് ശരിക്കും എങ്ങനെയാ, ജാഫ്രിക്കനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ ജാഫ്രിക്ക ഇത്രയും ഹോണസ്റ്റ് ആയിട്ട് ആൾക്കാർ സജസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അതെന്താണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന വഴി നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ താണ്ടി വന്നപ്പോൾ മനസ്സിലുണ്ടാവും, നമ്മുടെ കൂടെ നിന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് മാക്സിമം പടങ്ങൾ സഹകരിപ്പിക്കണമെന്ന്. അവർ നല്ല മനസ്സ് പുള്ളിക്ക് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ഒരുപാട് പേർ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇത് വളരെ അപൂർവം, ഞാൻ പുള്ളി ഇരുത്തിക്കൊണ്ട് വളരെ അപൂർവമുള്ള നടന്മാർക്കേ ഉണ്ടാവുള്ളൂ. അതിലൊരാളാണ് ജാഫർക്ക. ഞാൻ തന്നെ ഐഡിയ. സുഭാഷിന് ചോദിച്ചായിരുന്നു എന്താ ജാഫ്രിക്ക എന്നിൽ കണ്ടൊരു സംഭവം എന്ന് ചോദിച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാതെ എങ്ങനെയും ഒപ്പിച്ചെടുക്കാവുന്ന ഞാൻ അതേ ഉള്ളൂ. അല്ലാതെ ആ കൊച്ചം വന്ന് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് പരിചയപ്പെട്ട് അന്ന് വിളിച്ച് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പുള്ളി പറയുന്നത് എന്താ പിന്നെ അവന് ആയാലോ എന്ന്. അപ്പോൾ അത് പിന്നെ ഒരാളെ കിട്ടി, ഇപ്പോൾ ഒരു പുതിയ കുട്ടിയാണെങ്കിലും കിട്ടിയാൽ അത് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലപോലെ ഒരാളെ അഭിനയിക്കാൻ ട്രെയിനിങ് കൊടുക്കുന്നതനുസരിച്ചാണ് ഒരു സീൻ ചെയ്യണം. ഇപ്പം ഞാൻ ഇത്ര വർഷം വന്നാൽ ആ ഡയറക്ടർ പറയുന്ന സീൻ എങ്ങനെ നോക്കണം, എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞ കേട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അല്ല ഞാൻ ചെയ്യുന്നത് ഓക്കെ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് പ്രത്യേക ആ ഡയറക്ടർ കഴിവിനായിരിക്കും ഇയാൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ അത് കൂട്ടി ഒരു കാര്യം വേണ്ട, ഇന്ദ്രൻസേട്ടൻ്റെ നമ്മളിപ്പോൾ പറയും. പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ ചില സിനിമയ്ക്ക് കഴിയുമ്പോഴത്തേക്കും അടിസ്ഥാനമായിട്ട് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് അവർ മാറ്റാനൊന്നും
ഒന്നും മാറ്റാനൊന്നും സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. ഒന്ന് നമ്മൾ അല്ല അത് മതി, വേറെ ഒന്നും അതിനകത്ത് പണിയുണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പേടിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഒന്ന് ഒരു അഭിപ്രായമൊക്കെ പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ഡയറക്ടറുടെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കമ്പനിയായിരുന്നു, നല്ല കമ്പനി. അതായത് അദ്ദേഹത്തിന് വലിയ ഡിമാൻഡ്, എൻ്റെ ഇത് ഇങ്ങനെയാണ് അതുപോലെ ഇങ്ങനെ ഒരു ഡിമാൻഡും ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ സ്ക്രിപ്റ്റ് തന്നപ്പം അതിനകത്ത് ഞങ്ങൾക്കൊന്നും മാറ്റാനില്ലായിരുന്നു. വലിയ ഒരു കോൺട്രിബ്യൂഷൻ നിൽക്കേണ്ട അവസ്ഥ വന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കണക്കൂട്ടി അതൊക്കെ കൈകാര്യം ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഇങ്ങനെ പോയി ഇങ്ങോട്ടൊന്ന് മാറിയാലോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താന്ന് പറയും, അതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഗുണം ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കറക്റ്റ് ഉണ്ടായിരുന്നെല്ലാം ഉണ്ടായിരുന്നു. ഡയലോഗ് അടിച്ചു വെച്ച് അതേപോലെ തന്നെ പറയണമെന്നല്ല, അതൊരു നാടൻ രീതിയിലുള്ള ഒരു പടമായതുകൊണ്ട് അതുപോലെ നമുക്ക് അങ്ങോട്ട് കയറി പറഞ്ഞാലൊന്നും ഡയറക്ടർ നന്നായിട്ടോ പ്രിയങ്ക ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇതല്ലേ, സമാധാനം തന്നെ. ആർട്ടിസ്റ്റുകൾക്ക് സമാധാനം തന്നെ ഡയറക്ടറിൽ പെട്ടാണ്. സിനിമയൊക്കെ ചെയ്തതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ ഇപ്പോൾ ഡയറക്ടർ നമുക്ക് പേടിയായിരിക്കും, പക്ഷെ പുള്ളി ഭയങ്കര കംഫർട്ടബിൾ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പണ്ടേ പരിചയമുള്ള പോലെ. അപ്പോൾ എന്തും ചോദിക്കാം, നമുക്ക് ഒരുപാട് സംശയം ഉണ്ടാവുമല്ലോ, ചോദിക്കാൻ പുള്ളി വളരെ കാമായിട്ട് എല്ലാം പറഞ്ഞു തരും. ആ ടെൻഷനൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ആർക്കും. ഇപ്പൊ ആ ഡയറക്ടേഴ്സിനെ പറ്റി പറഞ്ഞപ്പോ ഇപ്പൊ നാദൃശക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരെയും പേഴ്സണലിയും പ്രൊഫഷണലിയും നല്ലോണം അറിയാവുന്ന ഡയറക്ടർ കൂടെയുള്ള. അപ്പം അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ എങ്ങനെയായിരിക്കും ഈ നിങ്ങളെ ഇംപ്രൂവൈസേഷൻ ഒക്കെ നടക്കുക? അവിടെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാലേ അവിടെ നാശക്കാലം മുകളിൽ ഞങ്ങളായിരിക്കും. പുള്ളി ഇരിക്കുള്ളൂ, ഞങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. എന്തെങ്കിലും ഇതായിട്ട് വല്ല ബാക്കി ചെയ്യാൻ അപ്പൊ തന്നെ പറയാം, അങ്ങനെ വേണ്ട, കുറച്ച് ഓവറാക്കിയാലും പറയും, അത് ആരോടാണെങ്കിലും പറയും. ദിലീപേട്ടനോടായാലും ഉർവശിച്ചോ എത്രയും വേണ്ട കേട്ടോ എന്ന് പറയുന്ന പിന്നെ പറയും, അത്രയും വേണ്ട കേട്ടോ എന്ന് പറയും, അത്രയും വേണ്ട അലിച്ചേരി കയറ്റിക്കും എന്നൊക്കെ പറഞ്ഞോളൂ. അത് വേറെ പലർക്കും പല ഇതല്ലേ, ഒരു കുടുംബം പോലെ ഉള്ള പടമാണത്. ഫാമിലി അങ്ങനെ പ്രൊഡക്ഷനും ഫാമിലി എല്ലാം. ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞ ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവുമല്ലോ. നമ്മളെപ്പോഴും ഈ സക്സസ് ആവും അല്ലെങ്കിൽ നമുക്ക് എപ്പം ഇറഗുലർ റോൾസ് കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ ശരിക്കും എങ്ങനെ അപ്പോഴും ആക്ടർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ എന്തായിരിക്കും? അല്ലല്ല, ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ച് ഞാനൊരു പടത്തിൽ നായികയായിട്ടല്ല അഭിനയിക്കുന്നത്. ഞാനൊക്കെ അത് ഇപ്പോൾ ഇവരുടെ കൂടെ സൈഡായിട്ട് ഒരു സഹനടി പോലെ അഭിനയിക്കുന്നത്. ആ പടം നന്നാവണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. ഇനി അതിനെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. കാരണം എന്താ വെച്ചാൽ അത് മിക്കവാറും നായകനും നായികയ്ക്ക് പോകും. നമ്മളോട് ചോദിക്കില്ല, അയ്യോ പ്രിയങ്ക അഭിനയിച്ച പടം പൊട്ടി എന്ന് പറയാറില്ല. പക്ഷെ നമ്മൾ ഏത് പടം അഭിനയിച്ചാലും നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അത്രയും അതിൻ്റെ പുറകിലുള്ള ഒരു നല്ല പ്രൊഡ്യൂസർ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ടായിരിക്കും ആ പടം ശരിക്കും പറഞ്ഞാൽ. അത്രയും സാമ്പത്തികം മുടക്കിയെടുക്കുന്ന ഒരു പടമാണ്, ഒരു ഡയറക്ടറുടെ ഒരു ഭാവിയാണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളല്ല അത് നോക്കണ്ട, ആ പടം വിജയിക്കുക, അത്രയേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിലുള്ള പോരായ്മകൾ അവർ അടുത്ത പടത്തിൽ ശരിയാക്കിക്കോളും. അല്ലാതെ നമുക്ക് അതിനകത്ത് വേറെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നല്ലൊരു സ്റ്റോറി ആയിരിക്കും, അത് ചിലപ്പോൾ ഓടിക്കൊള്ളണമെന്നില്ല. ഒന്നുമില്ലാത്തൊരു പടമായിരിക്കും ഇപ്പോൾ നല്ല രീതിയിൽ ഓടുക. അതുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ തോട്ടൊക്കെ വരാം. നമുക്കൊന്നും എന്ത് ചെയ്യാനാ മോനെ, നമുക്ക് തരുന്ന റോള് നമ്മൾ മാക്സിമം എന്താ വെച്ചാൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ മാക്സിമം പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക പടത്തിന്. എങ്ങനെയൊക്കെ ആൾക്കാരോട് പറയാൻ പറ്റും, എങ്ങനെയൊക്കെ നമ്മൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഏത് വഴിക്കോ ഇങ്ങനെ ഒരു പടം വരുന്നുണ്ടോ. ഞാൻ അഭിനയിക്കാത്ത പടത്തിന് വരെ ഞാൻ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ആഗ്രഹം എല്ലാ പടങ്ങളും വിജയിക്കണം. കാരണം അത്ര എഫേർട്ട് ആ പടത്തിന്റെ പുറകിലുണ്ടെന്ന് നമുക്കറിയാം. ഇൻട്രസ്റ്റ് നിലനിൽക്കുകയും ചെയ്യണം. ഇൻട്രസ്റ്റ് നമുക്ക് നിലനിൽക്കണം. അപ്പോൾ എല്ലാ പടങ്ങളും വിജയിക്കണേ എന്നുള്ള ആഗ്രഹിക്കുക, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്തു കൊടുക്കാനില്ല. ഇപ്പൊ ജാഫ്രിക്ക എപ്പോഴും പറയുന്നത് മക്കളാണ് എപ്പോഴും ഭയങ്കര ജാഫ്രിക്കയുടെ ഒരു ക്രിട്ടിക് എന്ന് പറഞ്ഞൊരു സംഭവം, ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നതൊക്കെ. അപ്പൊ അവർക്ക് ജാഫ്രിക്കയുടെ ഈ ഒരു ഒരുപാട് പല പല റോളുകൾ ചെയ്യുന്നു, പല പല വെറൈറ്റി റോളുകൾ ചെയ്യുന്നു. അവരെങ്ങനെ ശരിക്കും ഇപ്പോഴത്തെ ഒരു ജാഫ്രിക്കനെ കാണുന്നപ്പോൾ? അപ്പോഴും ഇപ്പോഴും ഒക്കെ എൻ്റെ പിള്ളേരുണ്ടായപ്പോൾ ഞാൻ മക്കളുണ്ടാകുന്ന സമയത്ത് ഞാൻ സിനിമയിൽ സജീവമല്ല, എന്നാലും സിനിമയിലുണ്ട്. അതുങ്ങളും പിന്നെ ഭാര്യ മോള് ഒന്നും അങ്ങനെ സിനിമ തിയേറ്ററിൽ ഞാനും പോകുള്ളൂ തിയേറ്ററിൽ. ഇപ്പം മോനാണ്, മോൻ നല്ല പടമാണെങ്കിലേ ഉള്ളൂ. നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം ചെന്ന് കാണും. അപ്പം ഞാൻ ചോദിക്കും അവനോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അവൻ പറയും അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലായി വലിയ സുഖമായിട്ടില്ല, എൻ്റെ കൊച്ചിന് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ എൻ്റെ കൂടെ ഉള്ള കൊച്ചിൻ്റെ കൂട്ടുകാരനെ ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. ആ ഞാൻ പിന്നെ തിരക്കി കഴിയുമ്പോൾ ഏതാണ്ടൊക്കെ അവൻ്റെ ഔട്ടൊക്കെ കറക്റ്റായിരിക്കും. പിന്നെ എൻ്റെ പടത്തിന് വന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പറയും എന്നുണ്ടാ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും കുഴപ്പമില്ല, ഞാൻ സുഖമായില്ല അങ്ങനെ പറയും. ഞാൻ എൻ്റെ മോനാണല്ലോ എൻ്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എൻ്റെ നല്ല കുറച്ച് കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരൊക്കെ പറയും കൊള്ളാവുന്ന പടം. ഇപ്പോൾ ഇറങ്ങുന്ന പടത്തിൻ്റെ എല്ലാ അഭിപ്രായം എന്നോട് ഞാൻ ചോദിക്കും. ഇപ്പോൾ നമ്മുടെ ടോവിനോടൊക്കെ പടം ഇറങ്ങിക്കുമല്ലേ, ആസിഫിൻ്റെ ഒക്കെ പടം ഇറങ്ങി നോക്കുക, ഇതെല്ലാം ഞാൻ അഭിപ്രായം അറിഞ്ഞു. എല്ലാവരും തിരക്കും, പറയത്തില്ലല്ലോ. അപ്പം എൻ്റെ പടത്തിൻ്റെ അഭിപ്രായം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. എല്ലാ പടവും നല്ല കാണണമെന്നില്ലല്ലോ, എല്ലാ പടവും നല്ല കാണും വിജയിക്കണമെന്നാണ് പ്രിയങ്ക പറഞ്ഞത്.
നമ്മുടെ ആഗ്രഹം. സെപ്റ്റംബർ 20 ചിത്രം തിയേറ്ററിലേക്ക് എത്താണ്. അപ്പോൾ സുഭാഷിന് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും അതിനൊരു കയ്യടി നമുക്ക് കൊടുക്കാം. സുഭാഷ് സുഭാഷിനാണ്. പിന്നെ മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന മുഖങ്ങളാണ്, ഭയങ്കര ഫെമിലിയർ മുഖങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഈ കുട്ടൻ്റെ ശിനിഗാമി ഒരു നല്ല ഔട്ട് തരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു. അപ്പൊ ഞങ്ങളൊന്ന് പറഞ്ഞു നിർത്തട്ടെ, കൺക്ലൂഡ് ചെയ്യല്ലോ, ഞങ്ങൾ പറയണം. അതെ, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് റഷീദ് പാറക്കൽ സാറാണ് രചന സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം 3-4 പടമൊക്കെ വേറെ ചെയ്തിട്ടുള്ള ഇതാണ്. അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ഇച്ചിരി റേഞ്ചിലേക്ക് അദ്ദേഹം ചിന്തിച്ച് വന്നിട്ടുണ്ട്. ഇത് എന്നോർത്തോണ്ട് പുള്ളിയുടെ മറ്റേ പടമൊന്നും റേഞ്ചില്ലെന്നല്ല, കുറച്ചുകൂടെയൊക്കെ അങ്ങനെ മെച്ചം വരില്ലേ. ജോണറാണ്. പിന്നെ ഷിഹാബാണ് അതിൻ്റെ, ഷിഹാബ് എന്ന് പറഞ്ഞാൽ DOP, പ്രൊഡ്യൂസർ അഷ്റഫ് ലാക്കിൽ, പിന്നെ ഇന്ദ്രൻ സേട്ടൻ, ഞാൻ, പ്രിയ, കൂട്ടാപ്പി, അങ്ങനെ പിന്നെ പിള്ളേരെ പറഞ്ഞ അഖില, ചന്ദന, പിന്നെ ശിവജി ചേട്ടൻ, അങ്ങനെയൊക്കെയുള്ള കുറേ നീണ്ട നിര കുറേ ഉണ്ട്. അങ്ങനെ ഈ പടം ഒന്ന് കാണണമെന്ന് ജനത്തിനോട് അഭ്യർത്ഥിക്കുക ഞങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ വന്ന് കാണണം, എല്ലാ പടവും കാണുമ്പോൾ കണ്ട് ഞങ്ങളെയും ഒന്ന് കരകയറ്റി വിടണം എന്നൊക്കെയാണ് നമ്മൾ ഒന്ന് അഭ്യർത്ഥന പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം എല്ലാവരും കുട്ടൻ്റെ ശിനിഗാമി തിയേറ്ററിൽ ചെന്ന് കാണണം, എല്ലാം മേടിച്ച് പറക്കി കിട്ടുന്ന ബാലൻസ് വെച്ചൊന്ന് കാണണം. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പറഞ്ഞത്. പിന്നെ ഇതിലെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പ്രിയ എന്തെങ്കിലും പറയാനുണ്ടോ? അവർ പറയാനുണ്ടോ? പറഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ. അതായത് റഷീദ് ഇപ്പോൾ പുതിയ ഒരു പടം നല്ല രീതിയിൽ തന്നെ ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പടം തിയേറ്ററിൽ പോയി തന്നെ കാണണം. എനിക്ക് ഒരിക്കലും ഞാൻ വീട്ടിലിരുന്ന് പടം കാണുന്ന ആളല്ല. എനിക്ക് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് പടം കാണണം, എന്നാലേ അതിൻ്റെ ഒരു പൂർണ്ണതയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ വേറൊരു പ്രധാന കാരണം ഈ പടത്തിലുണ്ട്. 2 ശക്തികളാണ് നിൽക്കുന്നത്. ഒന്ന് ജാഫ്രിക്കും, ഒന്ന് ഇന്ദ്രൻ സേട്ടനും. ഈ ശക്തികളാണ് ഈ പടത്തിൻ്റെ നെടുന്തൂടെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവരെ വെച്ച് നല്ലൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ അഷ്റഫ് വന്നതും അത് ഇതുപോലെ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞും പുതിയൊരു സുഭാഷ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും അതിലൊരു ഭാഗമാവാൻ എനിക്കും സാധിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം പ്രകാരം ഈ പടം നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ എന്ന് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹം തരണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി അവിടെയും കൂടെ ആശംസ പറഞ്ഞു, എല്ലാവർക്കും ആശംസയൊക്കെ പറഞ്ഞു. ഇത് നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ് ഈ പടം. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് എലമെന്റുകളുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു പറഞ്ഞ. അങ്ങനെ ഇനി ഒരു ട്വിസ്റ്റ് അടിക്കാൻ പോവാ. അടിച്ചേക്കട്ടെ? അതായത് ട്വിസ്റ്റ് എന്നല്ല എന്ന് പറയണേ, സസ്പെൻസ് പൊളിക്കാൻ പോവാ. അതായത് 5ാമത്തെ പടമാണ് ഇദ്ദേഹത്തിൻ്റെ, കുട്ടൻ്റെ ശിനിഗാമി. 5ാമത്തെ പടമാണ്. അതിൽ 4 പടത്തോളം ഞാനുണ്ടെന്ന് തോന്നുന്നു. ഒരു പടത്തിലെങ്ങാണ്ട് ഡാമേജ് ആയിട്ട്. ഇനി 6ാമത്തെ പടം ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പോവാം. അത് ഡിസംബർ ജനുവരിയിൽ ഷൂട്ട് പ്ലാൻ ചെയ്തു. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ഡിസംബറിൽ തന്നെ തുടങ്ങും, ജനുവരി തൊട്ട് പോകില്ല. അമോസ് അലക്സാണ്ടർ എന്നാണ് പേര്. ഇതാണ് അടുത്ത ഇദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ പേര്, അമോസ് അലക്സാണ്ടർ. അപ്പോൾ ഇതിനകത്ത് താരനിരകളൊക്കെ വേറെ കുറെ കൂടിയിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ ഈ കൂടെ അങ്ങ് പറയുക. അപ്പം അത് വരുമ്പം നമുക്ക് കാണാം. ഇപ്പം ഞങ്ങളുടെ കുട്ടൻ്റെ ശിനിഗാമി നിങ്ങളെല്ലാവരും കൂടി വിജയിപ്പിക്കാൻ. അല്ലല്ല, ഇതിപ്പോ ഒരു മാസം മുമ്പ് പ്ലാൻ ചെയ്ത. അങ്ങനെ അതും കൂടെ ഈ കൂടെ പറയാം. അല്ല, അത് നമുക്ക് ആ പടത്തിനെ കുറിച്ച് വരട്ടെ. അതിനകത്ത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറെ വെറൈറ്റിയാണ്. എല്ലാം ഒരേപോലെ ഇരിക്കാൻ പാടില്ല. അത് ഇച്ചിരി സീനാണ്. അതെല്ലാം ഒരു സിനിമ കാണും. അപ്പോൾ ഇത് ഇച്ചിരി സീനാ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. ചിരിയുണ്ട്, ഇച്ചിരി ഒന്ന് സങ്കടം വരും, ചിന്തിക്കാൻ കൂടുതലുണ്ട്. പിന്നെ ഒരു പൊടി പാറുന്നൊരു അടിയുണ്ട്, സ്റ്റണ്ട്. ഉണ്ട്, പൊടി പാറുക, നിലത്തുനിന്ന് പൊടി പറക്കെ അടിച്ചിട്ട്. കാരണം ഇപ്പൊ ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഓരോ വാഗ്ദാനം തരും, പ്രിയങ്ക അടുത്ത പടത്തിലുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ് സംഭവിച്ചിട്ടുണ്ട്. ആദർശക്ക് അറിയാതെ പറഞ്ഞു പോയതാണ് അമറക്കപ്പുറ ആന്റണിയിൽ പ്രിയങ്ക ഉണ്ടാവും അടുത്ത പടത്തിൽ. ഞാൻ ഉണ്ടായിരുന്നു അവിടെ വെച്ച്. അങ്ങനെ പറയുന്ന പോലെ ജാഫർക്ക് ഈ പടത്തിൽ നീണ്ടടി എന്ന് പറഞ്ഞാൽ ഓക്കെ ആണല്ലോ. അതൊക്കെ നമ്മൾ ഇനി ഈ സമയമൊക്കെ ആയിട്ട് നമ്മൾ സന്ദർഭം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്നറിയാം. എനിക്കെല്ലാം സന്തോഷമുണ്ട്. മോൻ്റെ കൊള്ളാം, മോൻ ചോദിച്ചൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളെ കുഴപ്പിച്ചില്ല. അതിന് നന്ദിയുണ്ട് കേട്ടോ. പടം കാണാം. ഓക്കെ.